ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയ്ക്കുള്ള ഒരു കോപ്പിറൈറ്റ് ക്ലെയിം എങ്ങനെ മാറ്റാമെന്ന് പറയാൻ വന്നതാണ് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഒന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞാൻ കളഞ്ഞു. ഒരു ലൈവിനൊക്കെ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയത് ഞാൻ കളഞ്ഞു. ഒരു 10 മിനിറ്റോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഹോം പേജ് എടുക്കും കേട്ടോ. സോങ്ങിനൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കോപ്പിറൈറ്റ് ക്ലെയിം. അപ്പോൾ നമ്മുടെ ഹോം പേജിലെ ക്രോം എടുത്ത് ടച്ച് ചെയ്തു. അപ്പോൾ ക്രോമിലത്തെ നേരെ ഈ 3 ഡോട്ടിൽ കാണുമ്പോൾ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയിട്ട് youtube.com നടിച്ചാൽ അതങ്ങനെ വരും കേട്ടോ. യൂട്യൂബ് സ്റ്റുഡിയോ വരും. വൈറ്റ് സ്റ്റുഡിയോ, നമ്മുടെ സാധാ വൈറ്റ് സ്റ്റുഡിയോയും ക്രോമിലെ വൈറ്റ് സ്റ്റുഡിയോയും തമ്മിൽ ഇങ്ങനെ മാറ്റമുണ്ട്. ഇതിൽ നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ വിവരങ്ങളും നമുക്ക് ലഭിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോമിലേക്ക് പോകണം. നമുക്ക് നേരെ വാച്ച് അവർ കൃത്യമായിട്ട് അറിയാനും ഒക്കെയും ഇത് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ. അതിൽ നമ്മൾ ആദ്യം കസ്റ്റമൈസ് ചാനലിൽ നിന്ന് നിൽക്കും കേട്ടോ. ഈ വ്യൂ ചാനലിൽ നിന്ന് കാണുന്നിടത്ത് കസ്റ്റമൈസ് ചാനലിൽ നിന്ന് ആദ്യം കാണും. അപ്പോൾ അത് ഞെക്കുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ പ്രൊഫൈലിൻ്റെ അടിയിലുള്ള റെഡ് കളറിൽ കാണില്ലേ, അതിലൊന്ന് ടച്ച് ചെയ്യുക കേട്ടോ. അത് നമ്മൾ ടച്ച് ചെയ്താലാണ് ഡാഷ്ബോർഡ് വരിക. അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ വിവരങ്ങളിലേക്കാണ് കേട്ടോ അത് പോകുന്നത്. നമ്മുടെ എത്ര വീഡിയോസ് ഉണ്ടോ അത്രയും വീഡിയോസിൻ്റെ എന്താ പറയുക, വ്യൂസ്, അങ്ങനെ ശതമാനം എല്ലാം അതിൽ കാണിക്കും കേട്ടോ. അപ്പോൾ ഇതിലാണ് നമ്മൾ കോപ്പിറൈറ്റ് ക്ലെയിം നേരെ ചെക്ക് ചെയ്യുക, ഏതിനൊക്കെ ഉണ്ട് നോക്കും. അപ്പോൾ ഇതിൽ കുറച്ച് വീഡിയോസേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ താഴത്ത് റോസ് പേജ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതിൽ 10, അത് ഞാൻ ടച്ച് ചെയ്തപ്പോൾ 10, 30, 50 കാണിക്കുമ്പോൾ 50 ഞാൻ തൊട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ആദ്യം മുതലുള്ള കുറേ വീഡിയോസ് വന്നു. അതിലിതാ ഇടയിലൊരു വീഡിയോ കണ്ടോ, നേരത്തെ കാണിച്ച വീഡിയോ കോപ്പിറൈറ്റ് ക്ലെയിം എഴുതി കാണിച്ചത് കണ്ടോ. അത് ടച്ച് ചെയ്യുമ്പോൾ പെൻസിൽ ഐക്കൺ കാണും. ആ പെൻസിൽ ഐക്കണിൽ നമ്മൾ ടച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോണ പേജ് ഏതാണെന്നറിയോ, നമ്മുടെ ആ വീഡിയോൻ്റെ എന്താ പറയുക വിവരങ്ങളിലേക്കാണ് കേട്ടോ. ആ വീഡിയോൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് പോണത്. അപ്പോൾ അതിൽ ഈ സൈഡിൽ കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് കാണിക്കുമ്പോൾ അതിൽ നമ്മൾ ടച്ച് ചെയ്താൽ സി ഡീറ്റെയിൽസ് കാണിക്കും. ആ സി ഡീറ്റെയിൽസിൽ തൊടുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഇതിൽ കണ്ടോ 3 സോങ് ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഈ സെലക്ട് ഓപ്ഷനിൽ നിൽക്കുക. അപ്പോഴാണ് ഈ ട്രിം മ്യൂസിക് വരും, റീപ്ലേസ് മ്യൂസിക് വരും, മ്യൂട്ട് മ്യൂസിക് എന്ന് വരും. അതിൽ ഞാൻ റീപ്ലേസിൽ ഞെക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ആ പേജ് പോണത് റീപ്ലേസ് പറയുമ്പോൾ അതാണ്ടോ നമുക്ക് ഫ്രീ മ്യൂസിക്, അതായത് നമ്മുടെ ഓഡിയോ ലൈബ്രറിയിലുള്ള കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകളാണ് കേട്ടോ കാണിക്കുന്നത്. ഒരുപാടുണ്ട്. ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാനൊന്ന് സെലക്ട് ചെയ്തു, എനിക്ക് ഏത് വേണമെന്നൊന്നുമില്ല. അപ്പോൾ അതിൽ ആഡ് ഞെക്കിട്ടോ. ആഡ് ഞാൻ ടച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു. അതിൽ ഞാൻ മുകളിൽ ആ സേവ് ഞെക്കിയ ബ്ലൂ ബട്ടണിൽ കണ്ടില്ല, ആ സേവിൽ ഞെക്കിയപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ സേവിൽ പിന്നെ ഒന്നും കൂടി ഞെക്കി. അപ്പോൾ എന്താണിത് വട്ടം കറങ്ങണമെന്ന് വെച്ചാൽ ആ സോങ് മാറിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇത് റീപ്ലേസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സെലക്ട് ആക്ഷൻ ബ്ലൂ കളറിലുള്ളത് പെട്ടെന്ന് ബ്ലാക്ക് കളറിലായി മാറും. കണ്ടോ. ഇപ്പോൾ അത് പ്രോസസ്സിംഗ് എന്നുള്ള ഏരിയയിലോട്ടാണ് കേട്ടോ പോയത്. ഇനി നമ്മളിത് ഇപ്പോൾ അങ്ങനെ ആയാലും ശരിയായി എന്ന് നമ്മൾ വിചാരിക്കും. പിന്നെ അവിടെ പോയിട്ട് പിന്നെയും അത് ഇതാണ്ടോ ചെക്കിങ് 1 ഫൗണ്ട് എന്ന് കാണിക്കാം. നമുക്കൊരു ടെൻഷൻ വരും. പിന്നെ നമ്മൾ അതിലൊന്നും ടച്ച് ചെയ്യുമ്പോൾ അങ്ങനെ സി ഡീറ്റെയിൽസ് വരും. അതിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പഴയ പേജിലേക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് അത് എഴുതിയത് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അത് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ലൈവ് ചെയ്താൽ ആ ലൈവ് പ്രോസസ്സിങ് ഒരുപാട് നേരം എടുക്കും അല്ലേ, എന്നിട്ടല്ലേ നമുക്ക് ലൈബ്രറിയിൽ കിട്ടുക. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ പിന്നെ ആദ്യം ഡാഷ്ബോർഡ് എടുത്തു കേട്ടോ. പ്രൊഫൈലിൻ്റെ താഴത്ത് ഞെക്കിയിട്ട് ഗോ ടു വീഡിയോസ് എടുത്തു. ഇനി നമ്മളത് ചെക്ക് ചെയ്യാൻ പോവാണ്. എന്താണ് ആ വീഡിയോൻ്റെ ലെവലിൽ നിന്ന് നോക്കാൻ പോവുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട്, മാറിയോ, കോപ്പിറൈറ്റ് ക്ലെയിം പോയോ എന്നൊക്കെ നോക്കാൻ പോവുകയാണ്. ഇടയ്ക്ക് ഇതിങ്ങനെ വട്ടം ചുറ്റി കിട്ടും. പിന്നെയും ആ പേജേ വന്നുകൊണ്ടിരിക്കുക. അതൊന്നും പ്രശ്നമാക്കണ്ട. പിന്നെയും ടച്ച് ചെയ്യുക. അപ്പോൾ ഗോ ടു വീഡിയോസ് പിന്നെ എടുത്തു. അത് ഇനി ആദ്യം വരും കേട്ടോ പേജ്. ഇടയ്ക്ക് അങ്ങനെ പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനത് ആ മുകളിലേക്ക് കുറേ നീക്കിയപ്പോൾ താഴത്ത് കണ്ടോ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ ബ്ലൂ കളറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ മുകളിലേക്ക് എത്തിപ്പോൾ ഈ നടുഭാഗത്തേക്ക് എത്തി. ഒന്ന് നോക്കണേ, പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞാലാണ് നമുക്ക് ശരിയായി കിട്ടുള്ളൂ കേട്ടോ.